റെഡി 1 2. ഇന്ന് നമ്മളെ NR ഗെയിമിംഗ് ചലഞ്ച് മത്സരത്തിൽ ഗെയിമിംഗ് ചലഞ്ചായിട്ട് ഏറ്റെടുത്ത ഗെയിം തൂങ്ങി നിൽക്കുന്ന ഒരു മത്സരമാണ്. അപ്പം കളി തുടങ്ങാൻ ഏകദേശം ആയിട്ടുണ്ട്, ആളുകളൊക്കെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ചാനലിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചങ്ങോട്ട് മാറുന്നത്. പിന്നെ ഈ ക്യാമറൻ്റെ മുന്നിൽ വരുമ്പോഴൊരു ചമ്മൽ നമുക്കുണ്ട്, അത് ശരിക്കും മാറിയിട്ടില്ല. എന്നറിയോ, ആൾ കൂടി ഇന്ന് നമ്മൾ ഇൻട്രോ പറയുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ചമ്മലുണ്ട്. ആ ഒരു സൗണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറുന്നത്. പിന്നെ മലയാളികളാണ് ഈ ചാനൽ കൂടുതൽ കാണുക. അപ്പോൾ നമ്മളെ ചാനലിൽ ഒരുപാട് ആളുകളെ കമൻറ്റ് വരുന്നുണ്ട്, എന്താണ് ബംഗാളികളെ ഗെയിമാണ് അത്. ബംഗാളികളെ ഗെയിം വെച്ചിട്ട് നമുക്ക് കളിക്കാതിരിക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ, നമുക്കും കളിക്കാമല്ലോ. ബംഗാളികളവിടെ കളിച്ച് വെച്ചിട്ട് നമ്മളെ ഇവിടെ കളിച്ച് വെച്ചിട്ട് അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എൻ്റെ ഈ ഒരു ചാനലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു നാട്ടിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ചാനലിൽ ഏകദേശം 350 ആളൊരു ആ ഗ്രൂപ്പിലുണ്ട്. ഇപ്പോഴത്തെ ഈ കാലത്ത് പലയാതി പ്രശ്നങ്ങളാണ് നമ്മളെ വേൾഡ് നടക്കുന്നത്. ലഹരി കാരണത്താൽ ഒരുപാട് പ്രശ്നങ്ങൾ ലഹരി കാരണത്താൽ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ഞമ്മക്ക് ആ ഒരു പ്രശ്നമില്ല നമ്മളെ നാട്ടിൽ. നമ്മൾ ഏകദേശം ഇപ്പോൾ ഇന്നൊരു കളി കഴിഞ്ഞാൽ മറ്റന്നാളെ കളി നടക്കുന്നത് വരെ ആളുകൾ വെയിറ്റിങ്ങിലാണ്. പിന്നെ സമ്മാനം കൊടുക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ കാര്യമായിട്ട് ഈ നമ്മളെ നാട്ടുകാർ പങ്കെടുത്തിട്ട് ഈ ഗെയിമിൽ ഓല് സമ്മാനത്തിനും വേണ്ടിയിട്ടല്ല പങ്കെടുക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമ്മാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ നുള്ളിപ്പെറുക്കി ഒപ്പിച്ചിട്ടാണ് സമ്മാനം കൊടുക്കുന്നത്. നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഒന്നും കിട്ടൽ തുടങ്ങിയിട്ടില്ല. കിട്ടുന്നതാണെങ്കിൽ ആ ഒരു ലെവലിൽ എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു നല്ലൊരു പങ്ക് ഞാൻ കിട്ടുന്ന ആളുകൾക്ക് സമ്മാനമായിട്ട് ഞാൻ കൊടുക്കും. അപ്പം പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. എൻ്റെ ഒരു കാഴ്ചക്ക് ഞാനേക്കാരും നിങ്ങൾ ഈ ബംഗാളികളെ ഗെയിം എന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ഗെയിമിംഗ് ചാനൽ കേരളത്തിൽ മൊത്തം ഒരു നാട്ടുകാർ കൂടിയിട്ട് നടക്കുന്ന ഒരു ചാനൽ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഒരു ചാനലിലേക്കായിരുന്നു എനിക്ക് തോന്നുന്നത്, അല്ലേ? അങ്ങനല്ലേ? അപ്പം നിങ്ങളെന്താ വേണ്ടത്, നമ്മളെ തളർത്താതെ എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെൽ ബട്ടൺ ഓണിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്ത് നിങ്ങൾ വീഡിയോ കണ്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ചെയ്താൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ കളി ഇത് കാണാം. വാ, കളി തുടങ്ങാൻ പോവാം. അപ്പൊ നമ്മളെ ഗെയിമിന്റെ രീതി എങ്ങനെ അറിയോ? ഈ ബാറ് ഇങ്ങനെ തൂങ്ങി നിക്കാം. ഒറ്റ കൈ കൊണ്ട് പിടിക്കണ രീതി വേണ്ട. എങ്ങനെ പിടിക്കാം ഇങ്ങനെ തൂങ്ങി നിക്കാം. ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് ഇവര് 5 ആള് തൂങ്ങി നിൽക്കും. ഇതിപ്പോ 25 ആള് മത്സരിക്കുന്നുണ്ട്. 25 ആളില് 5 ആള് ഒരു സ്റ്റെപ്പിൽ 5 ആള്, അങ്ങനെ 25 ആളേല് 5 സ്റ്റെപ്പ് മത്സരം ഉണ്ടാവും. 5 സ്റ്റെപ്പ് മത്സരം. അതായത് ലാസ്റ്റ് ആരാണ് ലാസ്റ്റ് വീണത്, ഇത് ലാസ്റ്റ് വരെ നിൽക്കണ ആരാണ് ആ ആളെ മാറ്റി നിർത്തും. അങ്ങനെ 25-ന്ന് 5 ആളെ കിട്ടും. ആ 5 ആളെ വെച്ചിട്ട് ലാസ്റ്റ് ഒരു മത്സരം, അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസ്, അതിന് പരിപാടി. അപ്പൊ നമ്മള് വിസിലടിച്ചാല് ചാടിയിട്ട് പിടിക്കാം കേട്ടോ. അപ്പൊ റെഡി അല്ലേ? ഞാൻ വിസിലടിക്കുമ്പോ എല്ലാരും ഒറ്റടി കിട്ടോ, അതിൽ ലാസ്റ്റ് നിൽക്കരുത് കേട്ടോ. റെഡി അല്ലേ? ഒന്ന് കൈ പിടിച്ചെടുക്കട്ടെ, നമ്മള് ഒന്ന് തുടങ്ങിയോട്ടെ. ടൈം നോക്കണ്ട. അത് ലാസ്റ്റ് വീണ ആളെ നമുക്ക് മാറ്റി നിർത്തേക്കാം. ഇതിൽ ലാസ്റ്റ് വീണ ആളെ നമുക്ക് മാറ്റി നിർത്തേക്കാം. ഒന്ന് കൈയടിക്കട്ടോ, ടൈം ആകണ്ട്. കൈയടിച്ചെടുക്കിട്ടോ. ഇതിൽ ആരാണ് ലാസ്റ്റ് വരെ നിൽക്കുക നമ്മള് നോക്കാം. ഒരാള്, രണ്ടാള്, ഓന്റെ കാൽമേൽ വലിച്ചു കൊടുക്കട്ടോ. 3 ആള്, ഇനി 2 ആളിട്ടോ. ഒന്ന് അടിച്ചെടുക്കിട്ടോ. ഇതിലാരോ നമുക്ക് നോക്കട്ടോ. ലാസ്റ്റ് അനസ് പറഞ്ഞ ആള്, ബാക്കി 4 ആള് ഇതിന്ന് പുറത്തു പോയിട്ടോ. അപ്പൊ ആ 4 ആൾക്ക് നമുക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട്
ഇത് പുറത്തു പോയ 4 ആളുകളുണ്ട്. ഒന്ന് ജല്ലേനോ, ഒന്നാരാണ്, ഒന്നാരാ, ഒന്ന് ജലീസ്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് മത്സരം, അടുത്ത സ്റ്റെപ്പിലുള്ള 5 ആളുകളെ അടുത്ത സ്റ്റെപ്പിക്ക് പങ്കെടുക്കാൻ വെച്ച ആരൊക്കെയാണ് എഴുതിച്ചേ ശരി. അപ്പൊ അടുത്ത 5 ആൾ കേട്ടോ, അടുത്ത 5 ആളുള്ള മത്സരമാണ്. എത്താക്കൂല. അപ്പൊ റെഡി അല്ലേ? ഞാൻ വിസിലടിക്കുമ്പോ പൊന്തണം കേട്ടോ. റെഡി അല്ലേ? റെഡി അല്ലേ? ഞാൻ പൊതിച്ചേരാം. ഓൻ ലാസ്റ്റ് വരെ നിൽക്കണം. നമുക്ക് ലാസ്റ്റ് കുറച്ചു കൊടുക്കാം കേട്ടോ. സിദ്ദീഖ് ഒരു 3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് പൊന്തിയത്. നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ടൈമില്. വിട്ടുകൊടുക്കരുത് കേട്ടോ, വിട്ടുകൊടുക്കരുത് കേട്ടോ. ഇതിലൊരു പ്രശ്നം ഒന്ന് കൈയടിച്ചു കൊടുക്കട്ടോ. ഒരാള് ലാസ്റ്റ് കേറിയവന് ആദ്യം പോയി. ഒന്ന് കൈയടിച്ചിരിക്കട്ടോ. രണ്ടാമത്തെ ആള് ഇത് ആളുകളെ ഇതിപ്പോ സമയം വെക്കാത്തോണ്ട് 2 ആളായി. എടോ ഒന്ന് അടിച്ചു കൊടുക്കണം. സമയം എത്രയായി നോക്കിങ്ങളെ. ഇതില് ഇത് ജ്യേഷ്ഠന്റെ മോനാണ്, ഇവനാണ് ഇതില് മാറ്റി നിർത്തിയത്. മറ്റേ 4 ആളോടെ. അപ്പൊ 3ാമത്തെ സ്റ്റെപ്പില് 5 ആളെ മത്സരം. ഇപ്പൊ 10 ആള് മത്സരിച്ച് കഴിഞ്ഞ് 2 ആളെ മാറ്റി നിർത്തി. ഇനി 3ാമത്തേന്ന് ഇന്ന് ഒരാളെ മാറ്റി നിർത്താൻ പോവാണ്. അപ്പൊ തുടങ്ങിയ റെഡിയല്ലേ എല്ലാരും? ഓന് ദേശീയ ഗാനം ചെല്ലിട്ടുള്ളതുകൊണ്ട്. റെഡിയാണോ? ഓക്കെ, റെഡി 1 2. ആരും തുണിയും കഴിയൂല. ഓലാടട്ടെ. നിങ്ങളൊന്ന് കൈയടിച്ച അവർക്ക് കൂടുതൽ സമയം കിട്ടൂട്ടോ. ഓല് ചിരിക്കൊന്നുമില്ല. ഞങ്ങളെ പിന്നെ ആരും ചിരിപ്പിക്കരുത്. നിങ്ങൾ ആരും ഓല് നിക്കട്ടെ. ഇതൊരു മത്സരമായിട്ട്, ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കട്ടെ. ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കട്ടെ. ചിരിപ്പിക്കരുത്. ചലഞ്ചാണിത്. ഓല് കളിക്കട്ടെ. അലിക്കാ ലേസം ഒന്ന് മാറി കൊടുത്താണി. ചിരിക്കരുത്. അവിടെ ഒരാള് വീണിട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല, പോയി. ഇനി 4 ആള് ബാക്കിയുണ്ട്. രണ്ടാമത്തെ ആള് വീണ്. മൂന്നാമത്തെ ആള് വീണ്. അടിച്ചോടിക്കും. ഇതിലാരാ നിക്കാൻ നോക്കല്ലോ. വിട്ടുകൊടുക്കരുത്. 2 ആളും ഇട്ടോ, വിട്ടുകൊടുക്കരുത്. രണ്ടാടി അടി ഫ്രീ ആട്ടോ, അടിഭാഗം ഫ്രീ ആണ്. ഒന്ന് സമയം അടിച്ചുകൊടുക്കള്.
ഒന്നുകൂടി ഒരുങ്ങി നിൽക്കാൻ തുടങ്ങി. ഇതില് മാറ്റി നിർത്തിയ ആള് ഒരാളായി ഒന്നേരാ ആ അടുത്തവിടെ വരി. ഇതിപ്പോ 3 കഴിഞ്ഞില്ലേ? 4ാമത്തെ അല്ലേ? ആരാ ആ തലക്കുന്നു നിങ്ങളതിന്റെ മേലത്തെ പിടിച്ചോളി കൈമേല്. അടി തട്ടിയ ഫോള് ആയിക്കോട്ടെ. ഓക്കെ ഞാൻ നിക്കടാ, സമയം വെക്കണം. പിന്നെ ഞാൻ ബാക്ക് പറഞ്ഞത് ഇവര് 2 ആള് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. ഇവരെ കാല് തട്ടിണ്ടോന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളട്ടെ. എല്ലാരും നോക്കിക്കോളട്ടോ. 2 ആളെ കാല് തട്ടിണ്ടോന്ന്. അപ്പൊ ഇതില് നമ്മളൊരു പുതിയ മത്സരാർത്ഥി ഉണ്ട്. അപ്പൊ തുടങ്ങല്ലേ? റെഡി 1 2. ഓന്റെ കാല് തട്ടിണ്ടോ നോക്കണ്ടോ? ആ ഓന്റെ കാല് തട്ടിയാ ഫോൾ വിളിച്ചോളിട്ടോ. ഒന്ന് അടിച്ചു കൊടുക്കി, കൈ അടിച്ചു കൊടുക്കി നിങ്ങള്. കാല് തട്ടുണ്ടോ ഞാൻ നോക്കുന്നുണ്ട്. ഇല്ല കാല് തട്ടൂല. ഇത് വേറെ എന്ത് വീഡിയോ കാണുന്നോലുണ്ട്. വേറെ ആരും ആടൂല. നിങ്ങൾ മുണ്ടാക്കില്ല. ഒന്ന് തുടങ്ങി. ഇതുപോലെ 5 ആളും കെടാകടേട്ടോ. ഒന്ന് കൈയടിച്ചു കൊടുക്കിട്ട് നിങ്ങള്. വേണ്ട ആ ബാക്കില് ആള് വേണ്ട. ബാക്കില് ആളുണ്ടായാലും ഒരു രസം ഉണ്ടാവും. എന്നാ കുറച്ചാള് ബാക്ക് പോവാ. നിങ്ങള് കുറച്ചാള് ബാക്കിൽ നിന്ന് ഒന്ന് കുട്ടികൾ പോണ്ടോ. അവിടെ ഒരാള് വീണിട്ടോ. ഇനി 4 ആള് പൈസല് വീണ്. രണ്ടാമത്തെ ആളാണ് വീണ്. രഘു വിട്ടെടുക്കരുതിട്ടോ. രഘു വിടൂല. മുസമ്മിലും ആസിക്കും. ആര് സൂപ്പർ കൂള് വെച്ചിട്ടോ ഒട്ടാൻ വേണ്ടിട്ടോ. ആ ആശിക്ക് വീണ്. രഘു വിട്ടെടുക്കരുത്. കൈ എടുക്കരുതോ. വിട്ടാളാ പുല്ലാന്ന് പറയട്ടോ അവനോട്. ഇന്നത്തെ ഇതിലെ വിജയ് ഇതാണ് രഘു. അടുത്ത ആളുകള് ഓൻ കയ്യുറൊക്കെ ഇട്ടിട്ടാ വന്നേ. ഒരാളൂടെ ഇനിവിടെ 2 ആളൂടെ ഇവിടെ. ഒരാളൂടെ ഒരാളോട് നിക്ക്. റെഡിട്ടോ? ഓക്കെ അല്ലേ? റെഡി 1 2. ചാടിക്കോ. നമുക്ക് ശ്രദ്ധിക്കാം. ലാസ്റ്റ് നോക്കാം. 3 സെക്കൻഡ് 2 സെക്കൻഡല്ലേ ഉണ്ടാവുള്ളൂ. നമുക്ക് നോക്കാം.
ഒന്ന് കൈയടിച്ചൊരുക്കിട്ടോ, കൈയടിച്ചൊരുക്കിട്ടോ. ലാസ്റ്റ് വീണവന് ഇവിടെ വീണിട്ടുണ്ട്. ഇനി ആള് ഓ ലൈസ് തിന്നാൻ വേണ്ടി വീണാവുണ്ട്. ഒന്ന് കൈയടിച്ചു കൊടുക്കടാ. ഒന്ന് അടുത്ത കളിയോട് കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി. ഒന്ന് റൗണ്ട് പിടിച്ചിട്ടോ. വിടൂല. കളിയിലെ പുതിയ മത്സരാർത്ഥിയാണ്. ഇതുവരെ കളിച്ച കളിയിൽ നോൻ പങ്കെടുത്തിട്ടില്ല. ഇത് ഇനി മൂന്നാൾട്ടോ. ഇതിമേലെ ഉറങ്ങണ ആളുകളൊക്കെ ഉണ്ട്. ചെറുപ്പ ഒന്ന് സപ്പോർട്ട് കൈയടിച്ച്. ഇനി രണ്ടാള് ബാക്കിയുണ്ട്. ഇതിലേ കാര്യം പറയട്ടെ. ഇപ്പോളേ 25 ആള് മത്സരിച്ച് 5 റൗണ്ട് മത്സരം കഴിഞ്ഞ്. ഇനി 5 റൗണ്ടില് ഓരോ ആളുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ആളുകളെ വെച്ചിട്ടാണ് അടുത്ത ഗെയിം ഫൈനല്. ഈ ഫൈനലിലാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 ആളുകൾ തെരഞ്ഞെടുക്കുന്നത്. ചെറിയൊരു സമയം നമുക്ക് ഓൽക്ക് വേണ്ടി കൊടുക്കാം. ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ലാസ്റ്റ് തൂങ്ങിയ ആൾക്ക് ലേസർ ടൈം ആണല്ലോ. അപ്പൊ ചെറിയൊരു ടൈം. ഫൈനല് നടക്കാൻ പോവാണ്. ഇവിടെ 5 മത്സരത്തില് 5 ആളുകൾ തെരഞ്ഞെടുത്ത ആ 5 ആളുകൾ വെച്ചിട്ടാണ് ലാസ്റ്റ് മത്സരം. അതിൽ പങ്കെടുക്കാൻ പോണ ആളുകള്, എന്റെ പേരെന്താ? സിനാനാണ്. മുഫീദ്, അനസ്, ആഷിഫ് അലി, രഘു. ഇതിലാരാ ഇതിലെ വിജയി എന്നുള്ളത് നമുക്കിപ്പോ നിമിഷങ്ങൾക്കൊക്കെ അറിയാം. ഇതിലെ ടൈമറും ഒക്കെ ഉണ്ട്. ഇത് ടൈമർ അല്ല കേട്ടോ. ടൈമർ ജസ്റ്റ് എത്ര സെക്കൻഡ് നിൽക്കണ്ടോ നോക്കല്ലോ നമുക്ക്. എന്താ പറയാ, നമുക്ക് ഓക്കെയാണോ? കയ്യില്ലേ? അപ്പൊ ടൈം കൊടുത്തിട്ടുണ്ട് കുറെ. എന്താ പാട് കയ്യില്ലേ? അപ്പൊ റെഡി അല്ലേ? റെഡി, 1 2. ഒന്ന് കൈയടിച്ചിരിക്കട്ടോ. ഫൈനൽ അവസാന മത്സരാണ്. ടൈമർ വെച്ചേ മാറി. ഒന്ന് കൈയടിച്ചിരിക്കട്ടോ. ഇത് പിടിച്ചോ. ഇത് ടൈമർ നമുക്ക് നോക്കാം. ഞാൻ കയ്യിൽ ഒന്ന് കൈയടിച്ചിരിക്കും. ടൈമറാ കണ്ട. ലാസ്റ്റ് അവസാനം വീണ ആളുകളെ തിരഞ്ഞെടുക്കൽ. ഫൈനൽ മത്സരം ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കും. 3 വ്യക്തികളെ ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കൂട്ടോ. ഫൈനൽ മത്സരം. ഒന്ന് കൈയടിച്ചിരിക്കട്ടോ. അര മിനിറ്റ് ഒന്നുമല്ല, 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ടൈമർ വെച്ചാൽ മാറിയാണ്. നമുക്ക് പിന്നെ ടൈമർ വേണ്ട. ഇതില് ലാസ്റ്റ് വീണ ആളുകളെ നോക്കിയാൽ മതിയല്ലോ. ഒരു മിനിറ്റ് കൈയടിച്ചാൽ മതിട്ടോ. 1 മിനിറ്റ് കൈയടിച്ചാൽ മതി. ഒന്നടിച്ചു നോക്കിട്ടോ. ഇവിടെ മത്സരത്തിന്റെ കേട്ടോ. ഓക്കെ. ഒന്ന് ദിൽഷ നോക്കി. ഒരാള് വീണ്. വിട്ടുകൊടുക്കരുത്. 4 ആള്. ഒന്ന് കൈയടിക്കിട്ടോ. ഓൽക്ക് ആവേശം കൊടുക്കി. 2 മിനിറ്റ് കഴിഞ്ഞിട്ടോ. 3 ആള്.
മൂന്നാക്ക് പ്രൈസ് ഉറച്ചിട്ടോ, മൂന്നാക്ക് പ്രൈസ് ഉറച്ചിട്ടോ. 2.5 മിനിറ്റ് കഴിഞ്ഞിട്ടോ. വിടരുത് വിടരുത്. ഒന്ന കൈ ലാസ്റ്റ് നിമിഷങ്ങൾക്കും ഇപ്പൊ തീരുമാനമാവും. മൂന്നാളിൽ ഒരാള് ഇതിൽ ആരാണ് വിജയി എന്നുള്ളത്. രണ്ടാളായി അടിച്ചെടുക്ക്, കൈ അടിച്ചെടുക്ക്. അടിച്ചെടുക്ക് അടിച്ചെടുക്ക്. 3 മിനിറ്റ് ആയിട്ടോ, 3 മിനിറ്റ്. 3 മിനിറ്റ് ആയിട്ടോ. കൈ അടിച്ചെടുക്കിട്ടോ. ഫോൺ എടുത്താ. വെയിറ്റ്. ഓ അത്ര നേരം നിൽക്കുക, ഓ അത്ര നേരം നിൽക്കുക. 3 മിനിറ്റ് കഴിഞ്ഞിട്ടോ, 3 മിനിറ്റ് കഴിഞ്ഞിട്ടോ. 3 മിനിറ്റ്. രസകരമായിട്ടുള്ള ഗെയിം കൂടെ അവസാനിച്ച് ഇനി വിജയികൾക്കുള്ള പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്ന പരിപാടിയാണ് അടുത്തത്. റീസെറ്റ് ചെയ്താ. ഏകദേശം 3.5 മിനിറ്റ് നിന്നിട്ടുണ്ടാവും. ഓന് ഫസ്റ്റിലെ കളിയിൽ കുറെ നിന്നില്ലേ? അപ്പൊ ഫസ്റ്റിലെ കളിയിൽ ഓൻ കുറെ നേരം നിന്നു. അപ്പൊ ഓന് അടിപൊളിയായിട്ട്. അപ്പൊ വരി സമ്മാനം കൊടുക്ക. വരി ഈ മത്സരത്തില് 3ാമതായിട്ടുള്ള ആരാളെ ലാസ്റ്റ് കിട്ടിയ? അനസോടാ. ഈ പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആട്ടോ. നിങ്ങൾ ഇനി സമ്മാനം കൊടുത്ത് പറ്റിച്ച് തരണ്ട. ഒരു പ്ലാസ്റ്റിക് ഉണ്ട്, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും അനസിൽ. സെക്കൻഡ് പ്രൈസിന്റെ ആളെവിടെ? അതോക്കാം. അപ്പൊ സെക്കൻഡ് പ്രൈസ് നേടിയ പിന്നെ ഇതിന്റെ അയൽവാസിയാണ് മുഫീദ്. ഇവനാണ് ഇന്നത്തെ സെക്കൻഡ് പ്രൈസ് വിജയ്. ഒരു ബക്കറ്റും ഉണ്ട്, ഒരു പാക്കറ്റ് ബ്രെഡും കൊണ്ടേ തിന്നട്ടെ. ഇനി ഫസ്റ്റ് പ്രൈസ് നാള് 3-3.25 മിനിറ്റ് നിന്ന രഘു എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ. രഘുടാ, എന്റെ ചാനലില് എല്ലാ വീഡിയോക്കും, ഞാനിടുന്ന ഗ്രൂപ്പിലെ എല്ലാ വീഡിയോക്കും, നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പില് എല്ലാത്തിനും ലൈക്ക് അടിക്കും. ഞാൻ ഓന് പിന്നെ സെപ്പറേറ്റ് മെസ്സേജ് അയക്കലുണ്ട്, എന്നെ കളിക്ക് കാണലില്ല കേട്ടോ. ഇന്ന് ഇതിനാണ് ഇപ്പം വന്നതെന്നുള്ള അറിയില്ല. ഇനി കരുത്തടിയില്ലേ? അപ്പൊ നേടി. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബക്കറ്റാട്ടോ. ഒരു ബക്കറ്റ് ഉണ്ട്, ബക്കറ്റിന്റെ ആവശ്യം ഓനുണ്ട്. പിന്നെ ഒരു 100 റുപ്യന്റെ പച്ചക്കറി കിറ്റ്. ഇത് രണ്ടും കൂടിയും കൊടുക്കാം. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം. അടുത്ത കളിക്ക് വരണം. അടുത്ത കളിക്ക് പ്രത്യേകിച്ച് വരും. തീർച്ചയായിട്ടും. അപ്പൊ ഇനിയുള്ള എല്ലാ കളിക്കും നമ്മളെല്ലാ സപ്പോർട്ട് ആയിട്ടും ഉണ്ടാവും. 3.5 മിനിറ്റ് ഒന്ന് നോക്കി. ഞാനത് ശരിക്കും 1 മിനിറ്റ് എനിക്ക് തയ്യില്ല. 1 മിനിറ്റ് തയ്ച്ച് എനിക്കൊന്നും നിൽക്കാനില്ല. 3.5 മിനിറ്റ് നിന്നോ കരുത്ത് കളിച്ചിട്ട്. അപ്പൊ ഇന്ന് എല്ലാവിധ ആശംസകളും നേർന്ന്. അപ്പൊ ഇന്നത്തെ കളി ഇവിടെ അവസാനിച്ച്. ഇനി അടുത്ത കളി മറ്റന്നാളുണ്ടാവും. അപ്പം ഞങ്ങൾ അടുത്ത ഗെയിമിംഗ് ചലഞ്ച് മത്സരത്തിൽ ഇനി അടുത്ത പങ്കെടുക്കാൻ പോകുന്ന മത്സരം തീരുമാനിച്ചിട്ടില്ല. നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ എല്ലാവരുടെ അഭിപ്രായം പോലെ ഉള്ളൊരു അടുത്ത കളി അടുത്ത് വെക്കുക. അപ്പം മറ്റന്നാൾ എന്തായാലും അടുത്ത കളി ഉണ്ടാവും. പിന്നെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കുക, ഷെയർ, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓളാക്കി വെക്കുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ അതേപോലെ തന്നെ അടുത്ത മത്സരത്തിൽ അടിപൊളി മത്സരവുമായിട്ട് ANR ഗെയിമിംഗ് ചാനൽ നമ്മുടെ ചാനലിൽ കാണാം. ഓക്കെ, ബൈ എല്ലാവർക്കും. ശരി.